വിശുദ്ധ ഖുർആൻ അയ്യൂബ് നബി അലൈഹിസ്സലാമെ വിശേഷിപ്പിച്ചതിങ്ങനെയാണ്: എത്ര നല്ല അടിമ! അദ്ദേഹം ധാരാളം പശ്ചാത്തപിച്ചവനാണ്. കൂലിപ്പണി ചെയ്താണ് റഹ്മത്ത് ബീവി ഭർത്താവിനെ പുലർത്തിയിരുന്നതെന്ന് പറഞ്ഞുവല്ലോ. ഒരു ദിവസം ബീവിക്ക് ജോലിയൊന്നും കിട്ടിയില്ല. ഭർത്താവ് പട്ടിണി കിടക്കേണ്ടി വരുമല്ലോ എന്നോർത്ത് മഹദി പരിഭ്രാന്തിയായി. ബീവി ഒരു വലിയ വീട്ടിൽ ചെന്ന് കുറച്ച് ഭക്ഷണം ആവശ്യപ്പെട്ടു. ബീവിയുടെ തലമുടി സമൃദ്ധമായി വളർന്ന് പനങ്കുല പോലെ തൂങ്ങിക്കിടന്നിരുന്നു. ആ മുടി കിട്ടിയാൽ കൊള്ളാമെന്ന് ആ വീട്ടുകാരി ആഗ്രഹിച്ചു. അവൾ പറഞ്ഞു: നിന്റെ മുടി എനിക്ക് മുറിച്ചു തന്നാൽ ഞാൻ ആവശ്യമുള്ള ഭക്ഷണം തരാം. എന്തിനാണിത്? എനിക്കുപയോഗിക്കാൻ. ബീവി നിർബന്ധിതാവസ്ഥയിൽ മുടി മുറിച്ചു കൊടുത്തു. ആഹാരം വാങ്ങി. ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇബ്ലീസ് അയ്യൂബ് നബി അലൈഹിസ്സലാമയെ സമീപിച്ചു പറഞ്ഞു: റഹ്മത്ത്, താങ്കൾക്ക് ഭക്ഷണം ശേഖരിക്കുന്നത് വ്യഭിചാരവൃത്തി ചെയ്തിട്ടാണ്. ഇന്ന് നാട്ടുകാർ അവളെ പിടികൂടി മുടി മുറിച്ചു കളഞ്ഞിരിക്കുന്നു. ഇന്ന് അവൾ തിരിച്ചു വരുമ്പോൾ ഇത് താങ്കൾക്ക് ബോധ്യമാകും. റഹ്മത്ത് ബീവി തിരിച്ചു വന്നപ്പോൾ മുടി മുറിക്കപ്പെട്ടതായി കണ്ടു. അയ്യൂബ് നബി അലൈഹിസ്സലാമയ്ക്ക് ധർമ്മരോഷമിളകി. അദ്ദേഹം ബീവിയെ കഠിനമായി ആക്ഷേപിക്കാൻ തുടങ്ങി. ബീവി എല്ലാം ക്ഷമിച്ചു. സത്യം പറഞ്ഞു. നബിക്ക് വിശ്വാസമായില്ല. ബീവി കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കാൻ നബി തയ്യാറായില്ല. ബീവി പ്രാർത്ഥിച്ചു: അല്ലാഹുവേ, നീ എന്നെ ഇത്ര വലിയ പരീക്ഷണത്തിലകപ്പെടുത്തരുതേ. നബിയെപ്പോലെ സഹിക്കാനുള്ള മനക്കരുത്ത് എനിക്കില്ലെന്ന് നിനക്കറിയാമല്ലോ. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് നബിയോട് സത്യാവസ്ഥ അറിയിച്ചു. നബി പശ്ചാത്തപിച്ചു. ബീവിയെ ശകാരിച്ചതിൽ ഖേദിച്ചു. ഭക്ഷണം കഴിക്കുകയും ചെയ്തു. രോഗം പിന്നെയും മൂർച്ഛിച്ചു. റഹ്മത്ത് ബീവിയുടെ നിർബന്ധത്തിന് വഴങ്ങി നബി പ്രാർത്ഥിച്ചു: റബ്ബേ, ഉപദ്രവം എന്നെ സ്പർശിച്ചിരിക്കുന്നു. നീ കരുണക്കടലാണല്ലോ. ഇത്ര മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. അപ്പോഴേക്കും ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു: നബിയെ, എഴുന്നേൽക്കുക. എഴുന്നേൽക്കാൻ വയ്യല്ലോ. എങ്കിൽ കാലുകൊണ്ട് നിലത്ത് ഒന്ന് ചവിട്ടുക. ഒന്ന് ചവിട്ടിയപ്പോഴേക്കും അവിടെ നിന്ന് ഒരു ഉറവ പൊട്ടിയൊഴുകി. അതൊരു സരസായി രൂപാന്തരപ്പെട്ടു. ജിബ്രീൽ അലൈഹിസ്സലാം കൽപ്പിച്ചു: അതിൽ നിന്ന് കുളിക്കുക. കുളിച്ച ഉടനെ അയ്യൂബ് നബി അലൈഹിസ്സലാമയുടെ രൂപം മാറി. ആരോഗ്യവാനായ ഒരു യുവാവായി തീർന്നു. രോഗമെല്ലാം നിശേഷം ശമിച്ചു. ഈ സമയത്ത് ഭാര്യ റഹ്മത്ത് ബീവി ഭക്ഷണം തേടി പോയിരിക്കുകയായിരുന്നു. തിരിച്ചു വന്നപ്പോൾ തൻ്റെ ഭർത്താവ് ഇരുന്ന സ്ഥലത്ത് മറ്റൊരാളെ കണ്ട് ബീവി അത്ഭുതം വിടർന്ന കണ്ണുകളോടെ ചോദിച്ചു: എൻ്റെ ഭർത്താവ് എവിടെ? ഞാൻ തന്നെയാണ് നിന്റെ ഭർത്താവ്. നിങ്ങളാണോ അയ്യൂബ് നബി? അതെ. പുഞ്ചിരി തൂക്കിക്കൊണ്ട് നബി നടന്ന സംഭവമെല്ലാം വിവരിച്ചപ്പോൾ ബീവി അള്ളാഹുവിന് സുജൂദിൽ വീണു. അയ്യൂബ് നബി അലൈഹിസ്സലാം അള്ളാഹുവിന് സ്തോത്രം ചെയ്തുകൊണ്ടേയിരുന്നു. അധികം താമസിയാതെ അവർക്ക് വീണ്ടും ധാരാളം ധനമുണ്ടായി. സന്താനങ്ങളും ജനിച്ചു. അള്ളാഹുവിൻ്റെ എല്ലാ പരീക്ഷണങ്ങളും വിജയപൂർവ്വം തരണം ചെയ്ത അയ്യൂബ് നബി അലൈഹിസ്സലാം വിശുദ്ധ ഖുർആൻ പ്രശംസിച്ചിരിക്കുന്നു. ചരിത്രത്തിൻ്റെ തങ്കത്താളുകളിൽ സ്വർണ്ണലിപികളാൽ ലിഖിതമായ ചരിത്രമാണ് അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റേത്.